കേസ് എല്ലാവർക്കും ഇല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീരകളിൽ വരുന്ന വെള്ളപ്പുള്ളി രോഗം. ഞാൻ ഇപ്പം നട്ടുകൊണ്ടിരിക്കുന്ന ചീരയിൽ ചെറുതായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അത് ഇനി വരാതിരിക്കണം. അപ്പോൾ ചീരകളിൽ വരുന്ന വെള്ളപ്പുള്ളി രോഗം അതിനെ തടഞ്ഞു നിർത്താനും രോഗം പടർന്ന് ബാധിക്കാതിരിക്കാനും വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഇന്ന് പറയാൻ പോണത്. അത് നമ്മുടെ മഞ്ഞൾ പച്ചമഞ്ഞൾ ഇത് ഞാൻ ഇങ്ങോട്ട് കാണി ഞാൻ നട്ട് വളർത്തി എടുത്ത മഞ്ഞളാണ്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ നടാൻ വേണ്ടി വെച്ച് കണ്ടു. അപ്പോൾ അതിനകത്തൊരു 3 പീസ് എടുത്തു. അതില്ലെങ്കിൽ മഞ്ഞൾ പൊടിയാണെങ്കിലും മതി. ഈ മഞ്ഞൾ പൊടി നമ്മൾ നട്ട് വളർത്തിയെടുത്ത് പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയാണ്. നമ്മളിത് കറിക്കൊക്കെ ഇതാണ് ഉപയോഗിക്കുന്ന നല്ല അടിപൊളി സാധനമാണ്. ഇതാണെങ്കിലും മതി, നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ പൊടിയാണെങ്കിലും മതി, കുഴപ്പമില്ല. പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ പൊടിയാണെങ്കിലും മതി, ഒന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. നമ്മുടെ ഇതുള്ള കൊണ്ട് ഇത് വിത്തിന് വേണ്ടി വെച്ചിരുന്നതാണ്. വിത്തിന് വേണ്ടി വെച്ചിരുന്ന മഞ്ഞളാണ് അത്. പിന്നെ ഇത് നമ്മുടെ കായപ്പൊടി, എസ്കേയുടെ കായം വേണോ? എസ്കേയുടെ കായപ്പൊടി ഒരു 6 ഗ്രാം മതി. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കാൻ പോവുക. ഇതിനകത്ത് തന്നെ ഇടുകയാണ്. അത് മതി, 6 ഗ്രാം കായപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി അരിച്ചെടുക്കണം. സ്പ്രേയർ നമ്മുടെ സോഡാപ്പൊടി അതേപോലെ തന്നെ ഒരു 5-6 ഗ്രാം സോഡാപ്പൊടി. അതിനകത്ത് കായപ്പൊടി വേണം. അപ്പം നമ്മുടെ ചീരയിലുണ്ടാകുന്ന വെള്ളപ്പുള്ളി രോഗം, പാണ്ട് പോലുള്ള അത് പടരാതിരിക്കാനും ഇനി പുതിയതിൽ വരാതിരിക്കാനും, വന്നതിന് പോകത്തില്ല, അതങ്ങനെ തന്നെ നിൽക്കും. അതിലെന്നുള്ളിൽ കളഞ്ഞാൽ മതി. വരാതിരിക്കാനുള്ള ഒരു മെഡിസിനാണ്. നമ്മുടെ സാധാരണ നമ്മുടെ മെഡിസിനാണ്. ഈ പച്ച മഞ്ഞളില്ലെങ്കിൽ മഞ്ഞൾ പൊടിയാണെങ്കിലും മതി. ഇപ്പോൾ പാക്കറ്റ് മഞ്ഞൾ പൊടിയാണെങ്കിലും ഇടും. നമുക്കിതുള്ള കാരണം കൊണ്ട് അത് ഉപയോഗിക്കുന്നു. നമ്മുടെ പച്ച മഞ്ഞൾ ഇരിപ്പുണ്ട്, മഞ്ഞൾ ഞങ്ങൾ പൊടിച്ചാൽ നല്ല 1-ാം തരം മഞ്ഞൾ പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ അത് അടിച്ച് പരുവാക്കി അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യാൻ പോകും. അപ്പോൾ സ്പ്രേ ചെയ്യാനുള്ള പരിപാടി നമ്മൾ. അപ്പോൾ അത് മാറുകയും ചെയ്യും, അടുത്ത ചെടികൾക്ക് പകരത്തുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അടിച്ചെടുക്കാനുള്ള ജാറിലോട്ടിട്ടു, അതെല്ലാം അങ്ങോട്ടിട്ടു. വെള്ളം ഒഴിക്കണ്ടേ? കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാതെ അടിയത്തില്ല. മതി. ഇച്ചിരി വെള്ളം കൂടെ ഇട്ട് അടിച്ച് അങ്ങനെ ജ്യൂസാക്കി എടുത്തിട്ട് അരിച്ചെടുക്കണം. സ്പ്രേയറിൽ അടിക്കാനുള്ള, അല്ലെങ്കിൽ സ്പ്രേയർ ബ്ലോക്കാവും. അടിഞ്ഞു വരുന്നേ ഉള്ളൂ. അടി നന്നായിട്ട് അടി.
അടിഞ്ഞോ? അടിഞ്ഞിട്ടുണ്ട്. അതിനെ അരിച്ചേച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ. അപ്പോൾ അരിച്ചിട്ട് ഒന്നുകൂടെ വെള്ളം കുറച്ച് അടിച്ചെടുക്കുക. നട്ടു വളർത്തിയ മഞ്ഞളുടെ കളർ കണ്ടോ? ഒറിജിനൽ മഞ്ഞൾ കണ്ടോ? ഇപ്പോൾ പച്ചയാണ് അടിച്ചെടുത്ത് അരിച്ചെടുക്കുക. ഇപ്പോൾ എന്താ കളർ! ഇത് 3 ലിറ്റർ അല്ല, അതിൽ കൂടുതലുള്ളൂ. ഇനി ഒന്നുകൂടെ അടിച്ചെടുക്കാം. കണ്ടോ? ഒറിജിനൽ മഞ്ഞളുടെ ഗുണം കണ്ടോ? കളറാണ്. നമ്മൾ ചീരയ്ക്ക് കൊടുക്കാനായിട്ട് ഇന്നലത്തെ ഉണ്ടാക്കി വെച്ച ആ മരുന്ന്, വീട്ടിൽ നിന്നുണ്ടാക്കിയ മരുന്ന്, വീട്ടിലെ അടുക്കളയിൽ നിന്നുണ്ടാക്കിയ മരുന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഇന്നലെ. അപ്പോൾ അത് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 1 ലിറ്ററിന് ഒരു കപ്പ് വെച്ച് ഒഴിക്കാം. അവിടെ ഇതുണ്ട് ചോർപ്പ്. ഓടിപ്പോയി എടുത്താൽ മതി. ഓടിപ്പോയി, അത് കുഴപ്പമില്ല. പിന്നെ തൂത്ത് കഴിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് സ്പ്രേ ചെയ്ത് വരത്തില്ല. ഒരു ലിറ്ററിന് ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാലും ശരിക്കും ഇതിനകത്ത് 3 ലിറ്റർ വരെ കൊള്ളും. 3 ലിറ്റർ വരെ കൊള്ളും. എനിക്ക് 3 ലിറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ 1 ലിറ്റർ ഒഴിച്ചു. എനിക്ക് 3 ലിറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത വെള്ളം നടക്കുകയാണ്. നമുക്ക് കാണിച്ചോടി. കാണിക്കുക. ചോർപ്പിച്ചൊഴിക്കും. ഇലപ്പുള്ളി രോഗം വന്നത് ഇടക്കിടക്കുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ. ഇത് സംഭവം തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. വേണ്ട, അത് മഴ വീണ് കിടക്കുന്ന കാരണം കൊണ്ട് നനഞ്ഞിരിക്കുക. കണ്ട, ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. കണ്ട, ഇതിനൊരിലയിൽ അങ്ങനെ അവിടെ ഇവിടെ ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. അപ്പം എന്നാ ഇത് പിടിച്ചേ, ആദ്യമേ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കാണി. ഇപ്പം ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ആ രോഗം പടരാതിരിക്കാൻ, ഇത് പടരുന്ന രോഗമാണ്. ഒന്നിന് വന്നാൽ എല്ലാത്തിനും വരും. അപ്പോൾ ഇനി ബാക്കിയുള്ളതിന് വരാതിരിക്കാനും അതിൻ്റെ കീടങ്ങളെ നശിപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രയോഗം ചെയ്യുന്നത്. ഇങ്ങോട്ട് വരും. നേരെ വെച്ച് ഒന്ന് മുറിപ്പിക്കും. ഒന്ന് ടൈറ്റ് ചെയ്ത് അടിക്കുകയാണ്. എടുത്തെടുത്ത് നമ്മളിങ്ങനെ സ്പ്രെയർ വെച്ച് അടിച്ച് കൊടുക്കും. ചെടിയുടെ താഴത്തൊക്കെ ഇങ്ങനെ അടിക്കണം. മുകളിലടിക്കുക, പിന്നെ താഴത്തടിക്കുക.
അപ്പോൾ ഈ സ്പ്രേയറാണേ പറ്റും. എല്ലാത്തിനും അടിക്കണേ? എല്ലാത്തിനും അടിക്കുകയല്ല, അടിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അടുത്തതിനും വരാതിരിക്കുക. ഇതിനകത്തൊക്കെ ഇലപ്പുള്ളി രോഗമുണ്ട്. അടുത്തതിന് പടർന്ന് പിടിക്കരുത്. ഈ സ്പ്രേയറാകുമ്പോൾ അടിക്കാൻ പറ്റും, താഴത്തുനിന്ന് മേലോട്ട് അടിക്കാൻ പറ്റും. അതിനകത്ത് വെള്ളമുണ്ട്, മണ്ണിൻ്റെ വെള്ളം നീക്കി. അടുത്ത് നിന്നു ഒത്തിരി പ്രാണികൾ അതിൽ നിന്ന് പറക്കുന്നു. ഈ സാധനം ചെല്ലുമ്പോൾ പറക്കും, ഇത് മരുന്നില്ല പോരെ. അവിടെ കൂടെ ഒക്കെ അത് അവിടെ അടിച്ചിട്ടില്ല, അടിച്ചല്ലേ? ഇതിനകത്തടിക്കും. ഇതിനിപ്പോൾ കാണിക്കും. അപ്പോൾ ഇതിനിപ്പോൾ അസുഖമൊന്നും വരാത്തതാണ്, വേണ്ട. അത് ഉഷാറായിട്ട് കിളുത്ത് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അടിക്കുന്നത്. വരാതിരിക്കാൻ വേണ്ടിയാണ് അടിക്കുന്നത്. ഇതൊന്ന് അഴിച്ച് കഴുകിക്കുക. അതഴിച്ച് നമുക്ക് അഴിച്ച് കാണിച്ച്
മുറുക്ക്. ആ കയറ്റിയിട്ട് മുറുക്ക്. താഴത്തൊരു സാധനമുണ്ട്. കരട് കയറി, അതുകൊണ്ട് കരട് കയറി, അത് കാരണം കൊണ്ട് സ്പ്രേ ആകുന്നില്ല. നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ഇപ്പോൾ സ്പ്രേ ആകുന്നുണ്ട്, മറ്റേത് സ്പ്രേ ആകുന്നില്ല. എന്തുവാ അതിനകത്ത് ആ വെള്ള നിറത്തിലോ ഒരെണ്ണത്തിനകത്ത്? അത് കാക്കയോ എന്താ പക്ഷി ചെയ്തു. പിന്നെ ഇതിന് സുന്ദരിച്ചീര താഴെ ഒരു അകരം വെക്കുന്ന സാധനമാണ് സുന്ദരിച്ചീര. ഇതിനൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഒരു കാണിയിൽ, ഇതിനൊക്കെ അടിച്ചു കൊടുക്കുന്നത് അസുഖം വരാതിരിക്കാൻ. അത് പകരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിന് അടിച്ചു കൊടുക്കുന്നത് വരാതിരിക്കാൻ. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു മരുന്നാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഇത് അടുക്കളത്തോട്ടത്തിലെ വളമാണ് ഇത് പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട വെറുതെ ആയിപ്പോൾ നമ്മളിത് അടിച്ചു കൊടുത്തില്ലെങ്കിൽ കഷ്ടപ്പെട്ട വെറുതെ ആവും. നമ്മൾ ഇത്ര ദിവസത്തെ കഷ്ടപ്പാടാണ്. അത് വളർത്തി നമ്മൾ നട്ട് ഇവിടം വരെ ആക്കിയത്. ഇലപ്പുള്ളി രോഗം വന്ന ആരും എടുക്കത്തില്ല. ഒറ്റ മനുഷ്യനും അത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് എടുക്കത്തില്ല. ഒരു വൃത്തികെട്ടൊരു സാധനം. ഒരു കൈവയ്യ എന്നിട്ടും എന്താ ഒറ്റ കൈക്കെല്ലാം ചെയ്യുന്നത്. കൈവയ്യ ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല.
അതൊരു പ്രത്യേകത ഉണ്ട്. രണ്ടെണ്ണം 2-3 ഉണ്ട്. ആ അത് 2 ദേ ഇവിടെ ഒരെണ്ണം. മൂന്നാലെണ്ണം ഉണ്ട് അങ്ങനത്തെ. ചവിട്ടല്ലേ. കൂടെ അടിച്ചു. അവിടെ ഒരു ചീര പോയോ? ആ അത് വേറെ നടണം. ആ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേറെ നടാം. ലാവശ്യം നിപ്പുണ്ടല്ലോ. സുന്ദരചീര നമ്മൾ ഇത്രയും പറിച്ച് നട്ടിട്ട് പിന്നെയും പിന്നെ നിൽക്കുകയല്ലേ. ഇഷ്ടംപോലെ നിൽക്കുക സുന്ദരചീര. അതാ പറഞ്ഞ ഒരാളെ നിർത്തി ചെയ്യിക്കണം, പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞത് അപ്പം അത്ര ഇതിന് അടിച്ചു കൊടുത്തു. അത്രയും പാകമുണ്ടായിരുന്നു. ഇത്രയും അടിച്ചു കൊടുത്തു. ഇതൊക്കെ വളർന്ന് ഇപ്പം ഇതൊക്കെ വളർന്ന് ഒരു സ്റ്റെപ്പ് കൂടെ വളർന്നാൽ അത് വിൽക്കുക. ഒരു പക്കം കൂടെ പിടിച്ച ഇതിൻ്റെ ഒരു പക്കം കൂടെ പിടിച്ച ഈ ചീര ഒരു പക്കം കൂടെ പിടിച്ചാൽ ഇത് ആൾക്കാർക്ക് വിൽക്കുക. ഇത് പാത്താങ്കരയല്ലേ, അത് ഇച്ചിരി നല്ല പൊങ്ങുന്ന സാധനമാണ്. ആ അങ്ങനെ കൂടുതൽ പൊങ്ങിക്കഴിയുമ്പോൾ മൂത്ത് പോകും, പിന്നെ ആർക്കും വേണ്ടാവും. ഇനി ഇതിന് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു ഓടിച്ചു. തീർന്ന ആ അച്ഛൻ കൂടി ഇതാ അങ്ങാറ്റത്തൊക്കെ അടിച്ചു കൊടുക്കും. ഈ അറ്റത്ത് ആദ്യം അടിക്കും. ഇവിടെ അടിക്കുക കേട്ടോ, ഇവിടെ അടിക്കുക എന്നിട്ട് അപ്പുറം അടിച്ചാൽ മതി. ഈ സൈഡ് അടിക്കുക, ആ സൈഡല്ലേ ഈ ചീരയായിട്ട് ഒന്ന് ചീക്കുന്നു. പ്രാണിയൊക്കെ ഓടുന്നുണ്ടോ? ഈ പ്രാണി ചിലപ്പോൾ ഇത് പരത്തുന്നതായിരിക്കും. ഇഷ്ടം പോലെ പ്രാണികൾ. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രാണി ഒരുപാട് പോകുന്നു.
അല്ല, അത് ഞങ്ങളിപ്പോൾ ചവിട്ടിയത്. ആ അത് തന്നെ. ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് എന്ത് പറ്റി? വെട്ടം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ മഞ്ഞളും സോഡാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത മിശ്രിതം നമ്മളെല്ലാത്തിനും. അപ്പം നാളെ വേര് പിടിച്ച് വളർന്ന് പൊങ്ങിയതിനെല്ലാം അടിച്ചു, അതിന് അസുഖം വരാതിരിക്കുക. പിന്നെ അസുഖം ഉള്ളതിനും അടിച്ചു കൊടുത്തു. അസുഖം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന് വരാത്തതിന് വരുത്തില്ല, വന്നത് വന്നു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ വീട്ടിലേക്ക് തോരനെടുക്കും. ഇനി വരാത്തതിന് വരുത്തില്ല, അതിന് വേണ്ടിയുള്ള മരുന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ സംഭവം ഉപയോഗിക്കണം. ഈ ചീരകൃഷിയിൽ ഏറ്റവും വലിയൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്നൊരു വസ്തുവാണ് ഇലപ്പുള്ളി രോഗം. അത് പടരുന്ന ഒരു രോഗമാണ്. ക്യാൻസർ പോലൊരു രോഗമാണ്. ക്യാൻസർ പടരത്തില്ല, ഇത് പടരുന്നൊരു രോഗമാണ് ഇലപ്പുള്ളി രോഗം. എല്ലാവർക്കും, കൃഷി ചെയ്യുന്ന എല്ലാവർക്കും മാനസികമായിട്ടുള്ളൊരു പ്രയാസമാണ് ഇലപ്പുള്ളി രോഗം. ഇത്രയുള്ള വിശേഷം. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കണം, എന്നോട് സഹകരിക്കണം. നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ, എല്ലാവരും 2000-3000 പേര് കാണുന്നുണ്ട്. നിങ്ങൾ സഹകരിക്കുമെന്ന് എനിക്കറിയാം. സഹകരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കാര്യം. നിങ്ങളെല്ലാവരും ഒന്നുകൂടെ സഹകരിക്കണം. ഒരു ഇല്ലായ്മക്കാരനാണ്, ഇനി രക്ഷപ്പെട്ട് വരണം. അതാണ് ഈ കൃഷിയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്. ഈ സ്ഥലം ഒരാൾ ഫ്രീ ആയിട്ട് തന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ. ഈ 1 ഏക്കർ 8 സെൻറ്റ് സ്ഥലം എനിക്ക് കൃഷി ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നതാണ്. നന്മയുള്ള ആ മനുഷ്യർക്ക്, അച്ഛനും അമ്മയ്ക്കും മോനും എൻ്റെ 1000 നന്ദി ഞാൻ അവരോട് പറയുകയാണ്. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ. തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും സ്ഥലം, ഈ 1 ഏക്കർ സ്ഥലമോ 8 സെൻറ്റ് സ്ഥലം എനിക്ക് ഫ്രീ ആയിട്ട്, ഇത് വിൽക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. കൃഷി ചെയ്തോളാൻ പറഞ്ഞത്. അതും പോരായിട്ട് വാട്ടറും ഉണ്ട്. സർക്കാരിൻ്റെ പമ്പും സർക്കാരിൻ്റെ വെള്ളവും കറണ്ടും ഫ്രീ ആണ്. എത്ര വേണമെങ്കിൽ എടുത്ത് നനക്കാം. അല്ല വേറെ ഒന്നിനും പറ്റത്തില്ല, നനക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബൾബ് ഫാനൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും. അപ്പം നമ്മളത് എൻ്റെ ചീരയിൽ എനിക്ക് ഭയങ്കര വിഷമം, എന്നെക്കാട്ടി കൂടുതൽ വിഷമം വയസ്സിനായിരുന്നു. രോഗം വന്നതിന് എനിക്ക് അങ്ങനെ എല്ലാം കൂടെ കാണിച്ചിട്ട് കാര്യമില്ല. ഇതേ ഉണ്ട് ഇലപ്പുള്ളി രോഗം. കാണുന്നുണ്ട്? അതിനകത്ത് നോക്ക്, ഫ്രെയിമിൽ നോക്ക്, കാണുന്നുണ്ട്. ഇതിനകത്ത് നോക്ക്, കാണുന്നുണ്ട്. ഇതാണ് ഇലപ്പുള്ളി രോഗം. ഇത് തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ മരുന്ന് കൊടുത്തു. തുടങ്ങിയതേ ഉള്ളൂ, സ്റ്റാർട്ടിങ് ആണ്. ഇപ്പോൾ തുടങ്ങിയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ മരുന്ന് കൊടുത്തു. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി മരുന്നാണ്. നമ്മൾ വീട്ടിൽ നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്ന മഞ്ഞൾ, സോഡാപ്പൊടി, കായപ്പൊടി ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ വൈകിട്ട് മാത്രം അടിക്കുക. വൈകിട്ട് അടിക്കുക. ഞങ്ങൾ ഇന്നലെ വൈകിട്ടെല്ലാം ചെയ്ത് വെച്ചു, പക്ഷെ രാത്രി ആയപ്പോൾ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ, ഈ മരുന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണമല്ലോ. അത് കാരണം കൊണ്ട് എനിക്ക് രാത്രി അടിക്കാൻ പറ്റിയില്ല, ഇരുട്ടായിപ്പോയി. പിന്നെ രാവിലെ വന്ന് അടിക്കുന്നത്, നേരം വെളുത്തുടനെ വന്ന് ഞങ്ങൾ അടിച്ചു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ സഹകരിക്കുന്ന പ്രതീക്ഷ കൊണ്ട് സഹകരിക്കും നിങ്ങൾ, എനിക്കറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ കൈ വരട്ടെ.